ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. അത് തിരുത്തുന്നില്ലെങ്കിൽ അവർ വഞ്ചകർ തന്നെയാണ്. അവർ തിരുത്താനുള്ള അവസരം UDF തന്നെ ഒരുക്കിയിരിക്കുകയാണ് അവർക്ക്. നേരത്തെ അതായിരുന്നില്ല സാഹചര്യം. അവർ UDF പോകുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി പോയതായിരിക്കും. കാരണം KSRTCയുടെ എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകും. ഇപ്പോൾ UDFന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ചവർ കണ്ണൂരിൽ ആ ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി പ്രകടന പത്രികയുമായി വീടിൽ പോയത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാം. എല്ലാ ബസ്സിലും തീർത്ഥാടന യാത്രക്കും ടൂറിസം യാത്രക്കും എല്ലാം നിങ്ങൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ മുഖ്യമന്ത്രി വഞ്ചിച്ചു. സൗജന്യ യാത്ര KSRTCയുടെ ഓർഡിനറിയിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തി. അതെല്ലാ ബസ്സിലും ആക്കണമെന്ന് തെറ്റ് തിരുത്താൻ പറ്റുന്ന ഒരവസരമാണ് അവർക്കിത്. അങ്ങനെ തിരുത്തുമോ അവർ പറയട്ടെ. അതുപോലെ നിരവധി അവരുടെ മണ്ഡലത്തിലെ വിഴിഞ്ഞം അവരുടെ മണ്ഡലത്തിൽ നേരത്തെ LDF സർക്കാർ പ്രഖ്യാപിച്ച രീതിയിലുള്ള കിഫ്ബിയുടെ റോഡും സ്കൂളും പാലവും ഒക്കെ തന്നെ അനിശ്ചിതത്വത്തിലാണ്. ഒന്നുമില്ലെങ്കിലും മണ്ഡലത്തിലെ കിഫ്ബി അനുവദിച്ച ഭരണാനുമതി നൽകിയ പദ്ധതി നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നെങ്കിലും കത്തെഴുതുമോ? അപ്പോൾ വർഗവഞ്ചന തന്നെയാണ് അവർ തുടരുന്നത് എന്നത് ഇതൊന്നും അവർ ചെയ്യാത്തിടത്തോളം കാലം ജനങ്ങൾ കരുതും.